പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 11 വ്യാഴാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ, നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവരെ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. കർത്താവ് ഇതിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങേ സ്വന്തം മക്കൾക്ക് കഴിയണമേ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരനെ നയിക്കുവാമേ. ബൈബിളിൻ്റെ അധ്യായം എന്ന് പറയുന്നത് റോമ 8:14 എന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും എന്ത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്? കർത്താവ് ചോദിക്കണില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:54 ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങളെ നയിക്കണതെന്ന് ലൂക്ക 9:54 ശരിക്കും റോമ 8:14 ലിങ്ക് ചെയ്യേണ്ടത്. റോമ 8:14 എന്താ പറയണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൂക്ക 9:54 നിങ്ങൾ നയിക്കപ്പെടേണ്ടത് ഏത് ആത്മാവിലായിരുന്നു? ദൈവാത്മാവിലാണ്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? തമിഴ് സമരക്കാരുടെ തലയിൽ തീയും ഗന്ധം ഇറങ്ങി വീഴാൻ പറയുന്നതാണ്, അവരെ നശിപ്പിക്കാൻ പറയുന്നതാണ്. നശിപ്പിക്കുന്ന ആത്മാവ് എന്താത്മാവാണ്? യോഹന്നാൻ 10:10 എടുത്ത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? കള്ളം വന്നു കഴിഞ്ഞു. അപ്പോസ്തലന്മാർ സമരക്കാരെ തീയും ഗന്ധം ഇറക്കി നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അവർ നയിക്കപ്പെട്ട ആത്മാവ് എന്താണ്? നശിപ്പിക്കുന്ന ആത്മാവാണ്. അത് സാത്താൻ്റെ ആത്മാവാണ്. അവരിങ്ങനെ ഈ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും മത്സരത്തിലും വാശിയിലും ജീവിക്കുന്നവരെ അവർ ചിലപ്പോൾ നാളെ കാലങ്ങളിൽ അവർ ചിലപ്പോൾ പലതരത്തിലുള്ള ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ടെന്ന് പറയും. പക്ഷേ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ലെന്നാണ് പറയണത്. എന്താണ് ആധ്യാത്മികത എന്ന് പറയണത്? ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. അത് അപ്പോസ്തലന്മാർക്ക് ന്യായമായ കാര്യമാണ് അവർ ചോദിച്ചെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോഴേ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അത് കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് ആത്മാവ് നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കർത്താവ് എന്ത് ചെയ്ത് അത് ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാതെ എന്ത് ചെയ്ത് വേറെ മറ്റു ഗ്രാമങ്ങളിലേക്ക് പോയി. 9:56 അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അവർ വിട്ടില്ല, അതിലവിടെ പോയി. അങ്ങനെയല്ല. ഈശോ ചോദിക്കണത് എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവിനാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്? എന്താത്മാവിനാൽ നയിക്കപ്പെടണം? പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണം. അപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്തിനാണ്? സൺഡേയുടെ ആത്മാവല്ല. 1 Corinthians 14:32-33 പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവാചക സ്ഥാനം പോണ കണ്ടില്ലേ? ഇവരുടെ പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. പക്ഷേ ഇവരെന്താണ് പറയണത്? ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ അങ്ങ് ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പം അവരുടെ ആ ആത്മാവ് അവർക്ക് വിധേയമല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്, ഈ വിധേയമല്ലാത്ത കാരണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവ് നിങ്ങൾ നയിക്കുന്നതെന്ന് ചോദിക്കണില്ലേ? അപ്പോൾ എന്താ? ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല എന്ന് പറയുന്നില്ല. എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല, സമാധാന ദൈവമാണ്. അതാണ് ദൈവം. അതുകൊണ്ടാണ് 9:56 എഴുതിയിരിക്കുന്നത്. സമരക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. വായിച്ചേ 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ കോലാഹലമില്ല, സമാധാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി ലോകാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ ചില സമയത്ത് തോറ്റു കൊടുക്കും. എന്തിനാണ്? ദൈവത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുറേ ദൈവരാജ്യത്തിന് വേണ്ടി തോറ്റു കൊടുക്കുന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മോശസിനോട് പറഞ്ഞ പോലെ ദൈവം നമ്മോട് പറയും, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും.
നമ്മുടെ ചരിത്രത്തിൽ നിന്നാണുള്ള അറിവാണത് ദൈവത്തിന്. നമ്മുടെ ചരിത്രം ദൈവം വായിക്കുകയെ. മോസസിൻ്റെ ചരിത്രം ആരുടെങ്കിലും ചരിത്രം വായിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോസസിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം വായിച്ചിട്ട് അതിൻ്റെ സമ്മിറ്റ് എന്താ ദൈവം പറയണത്? എനിക്ക് നിന്നെ അറിയാമെന്ന്. അത്രയും പറഞ്ഞ് കിട്ടിയാൽ മതി.